आपदामपहर्तारं दातारं सर्वसम्पदां लोकाभिरामं भूयो भूयो नमाम्यहं। रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताय पतये नमो नमः। जय जय सीताराम। സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. സ്വസ്തികയിലൂടെ രാമായണ കഥാമൃതം 6-ാം ദിവസത്തിലേക്ക്. കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ ഓടി വരുന്ന മന്ധര. പരിഭ്രമത്തോടെയും ഉത്കണ്ഠയോടും കൂടിയിട്ടാണ് മന്ധര മഹാരാജ്ഞിയുടെ മുമ്പിലെത്തിയത്. കൈകേയിയുടെ അഭ്യുദയകാംക്ഷിയാണ് താനെന്ന് കൈകേയിയെ തെറ്റിദ്ധരിപ്പിച്ച് മന്ധര പറയുകയാണ്. രാമചന്ദ്രനെ കിരീട അവകാശിയായി വാഴിക്കാനുള്ള നിന്റെ പതിയുടെ പദ്ധതിയെക്കുറിച്ച് നീ അറിഞ്ഞു കാണുമല്ലോ. നിന്റെ ഭർത്താവ് നിന്നെ വഞ്ചിക്കുകയാണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഭരതനെ ഈ സമയത്ത് ഇവിടെ നിന്ന് അയച്ചത് തന്നെ തൻ്റെ പ്രിയപുത്രനായ രാമന് ഭരണം കൈമാറുവാനാണ്. രാമൻ ചക്രവർത്തിയായി കഴിഞ്ഞാൽ നിന്റെ മകന് നാശമായിരിക്കും സംഭവിക്കുക. നീ അതീവ ദുഃഖിതയാവും. നിന്നെ ആശ്രയിച്ചു കഴിയുന്ന എന്റെയും വിധി അത് തന്നെയാവും. തന്റെ തോഴിയായ മന്ധര ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ട കൈകേയി ചോദിച്ചു, രാമനാണ് അടുത്ത ഭരണാധികാരിയാവാൻ പോകുന്നതെന്ന് അറിഞ്ഞതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട്. ഈ സന്തോഷ വാർത്ത അറിയിച്ചതിനാൽ എൻ്റെ ഈ ആഭരണം നിനക്കിരിക്കട്ടെ. വേറെ എന്തു വേണം നിനക്ക് എന്നോട് സമ്മാനമായിട്ട്? വിലപിടിപ്പുള്ള ഒരു ആഭരണം കൈകേയി മന്ധരയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. കൈകേയിക്ക് ശ്രീരാമചന്ദ്രൻ തൻ്റെ പുത്രൻ അല്ലെങ്കിൽ കൂടി തൻ്റെ പുത്രനായ ഭരതനേക്കാൾ കൂടുതൽ മമതയും സ്നേഹവാത്സല്യമാണ് രാമനിലുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേക വാർത്ത കേട്ടപ്പോ കൈകേയിക്ക് ഒരുപാട് സന്തോഷമാണ് ഉണ്ടായത്. എന്നാൽ മന്ധര ആ ആഭരണം വലിച്ചെറിഞ്ഞു. എന്നിട്ട് അരിശത്തോടെ പറഞ്ഞു, ഈ ഒരു ദുരന്തം നടക്കുമ്പോഴും നിനക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നു? രാജ്യഭരണം ഭരതനെ ഏൽപ്പിക്കാതെ രാമനെ ഏൽപ്പിക്കുന്നത് നിന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നീയാണ് ദശരഥന് ഏറ്റവും പ്രിയപ്പെട്ടവൾ. പക്ഷെ സത്യത്തിൽ കൗസല്യയാണ് ദശരഥന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? നീ സന്തോഷവതിയാണെന്ന് സ്വയം കരുതുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് ആരാണ്? കൗസല്യയാണ്. രാമചന്ദ്രൻ രാജാവായി കഴിഞ്ഞാൽ നീ പിന്നെ കൗസല്യയുടെ തോഴിയാകുവാൻ നിർബന്ധിതയാകും. ഭരതനോ രാമന്റെ അടിമയുമാകും. ഇത് കേട്ട് കൈകേയി പറഞ്ഞു, എന്റെ മന്ധരെ, എനിക്കിതൊന്നും കേൾക്കണ്ട. നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് പറയുകയാണ്. എന്റെ രാമകുമാരൻ ആരോടും ഒരു പക്ഷാപാതവുമില്ല. ഇളയമ്മ എന്ന് പറയുന്നിടത്ത് അവന് നാക്ക് 10 മന്ധരെ, സത്യം പറഞ്ഞാൽ എന്റെ ഭരതനോടുള്ളതിനേക്കാൾ വാത്സല്യം എനിക്ക് എന്റെ രാമനോടാണ്. മന്ധര പറഞ്ഞു, പെൺബുദ്ധി മൺബുദ്ധി എന്ന് പറയുന്നത് വെറുതെ അല്ല. ദശരഥ മഹാരാജാവ് പടു വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞു. മഹാരാജാവിന് ദേവിയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് രാമൻ ഈ സ്നേഹമൊക്കെ ഭാവിക്കുന്നത്. ദശരഥന്റെ 2 കണ്ണുകളും മറയുമ്പോൾ കാണാം കൈകേയി മാതാവിന്റെ സ്ഥാനം എവിടെയാണെന്ന്. നീ കൗസല്യ രാജ്ഞിയുടെ ഒരു അടിമയായി ജീവിക്കേണ്ടി വരും. ലക്ഷ്മണകുമാരൻ രാജകുമാരന്റെ തുണയായി ജീവിക്കുന്ന കാലത്തോളം സുമിത്രാദേവിക്ക് പേടിക്കാനൊന്നുമില്ല. 2 വില്ലിക്കും ചവിട്ടിക്കൊണ്ടാണ് സുമിത്രാ രാജ്ഞിയുടെ നിൽപ്പ്. അതുപോലെയാണോ കേകേയ രാജ്ഞിയായ നിന്റെ അവസ്ഥ? രാമൻ രാജാവായാൽ പിന്നെ ഭരതൻ എന്ത് സ്ഥാനമാണുള്ളത്? ഞാൻ ഇതൊക്കെ പറയുന്നത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നിന്റെ അച്ഛൻ തിരുമനസ്സുകൊണ്ട് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് നിനക്കൊരു ദോഷവും വരാതിരിക്കാനും നിന്നെ എപ്പോഴും സഹായിക്കാനുമാണ്. ഈ പട്ടാഭിഷേകം നടന്നാൽ അപ്പോൾ കാണാം മട്ടൊക്കെ മാറുന്നത്. ഭരതൻ രാമചന്ദ്രന്റെ ദാസനായും മാന്ധവി മഹാരാജ്ഞി സീതാദേവിയുടെ ദാസിയായും കൈകേയി ദേവി അമ്മ മഹാറാണിയായ കൗസല്യയുടെ ദാസിയായും കഴിയുന്നത് കണ്ടുകൊണ്ട് ഈ മന്ധര ഇവിടെ ജീവിക്കില്ല. ചെറുപ്പം മുതൽക്കേ
ഞാൻ തിന്ന ചോറ് കേകയ രാജ്യത്തിൻ്റെതാണ്. അത് മറക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ആ ഗതികേട് കാണുവാനും കേൾക്കുവാനും ഇടയാകുന്നതിന് മുമ്പ് ഞാൻ പോവുകയാണ് കേകയത്തിലേക്ക്. ദേവി അതിന് അനുവാദം തന്നാൽ മതി. മന്ധരയുടെ വാക്കുകൾ കൈകേയിയുടെ ഹൃദയത്തിൽ ആഞ്ഞിറങ്ങി. അവളുടെ ഭാവം ആകപ്പാടെ മാറി മാറി വന്നു. മന്ധര പറഞ്ഞതും കാര്യമാണെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. ഭരതനെ പോലും അറിയിക്കാതെ ഇത്ര പെട്ടെന്ന് ഈ പട്ടാഭിഷേകം നടത്തുന്നത് എന്തോ നല്ല കൂടിയല്ല എന്ന് അവൾ തീരുമാനിച്ചു. കൈകേയി നിസ്സഹായതയോടെ പുലമ്പി. മന്ധരെ, നീ പറഞ്ഞത് കാര്യമാണ്. ഇതിൽ എന്തോ ചതിവും വഞ്ചനയുമുണ്ട്. ഇപ്പോഴെനിക്ക് ബോധ്യം വരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചാൽ ഇനി എന്ത് നടക്കും? നാളെ ശുഭമുഹൂർത്തമാണ്, രാമന്റെ പട്ടാഭിഷേകം. അത് ഇനി ആരെക്കൊണ്ടും മുടക്കാൻ സാധ്യമല്ല. മന്ധര പറഞ്ഞു. സാധ്യമല്ലേ? മന്ധരയുടെ ഉത്സാഹം കൂടി. ആനയുടെ ബല ആനയ്ക്ക് അറിഞ്ഞുകൂടാ. എല്ലാ മാർഗവും ഞാൻ പറഞ്ഞു തരാം. നിനക്ക് മിടുക്കുണ്ടെങ്കിൽ ഭരതകുമാരൻ അയോധ്യയുടെ സിംഹാസനത്തിലിരിക്കും. രാജാവാകാൻ ഉടുത്തൊരുങ്ങി ചമഞ്ഞു വരുന്ന ആ രാമൻ കാട്ടിലേക്കും പോകും. കൈകേയി ചോദിച്ചു, ആ മാർഗം എന്താണ്? ഒന്ന് പറഞ്ഞു തരൂ. അപ്പോൾ മന്ധര കൈകേയിക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദശരഥ മഹാരാജാവ് ദേവന്മാരുടെ ഭാഗത്തു നിന്ന് അസുരന്മാരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് തേർ ചക്രത്തിന്റെ ആണി വീണുപോയി. ആ സമയത്ത് കൈകേയിയും രാജാവും ഒന്നിച്ച് തേരിലുണ്ടായിരുന്നു. വേഗത്തിൽ തേർ വീണുപോവാനോ യുദ്ധം നിർത്താനോ ഇടവരാതെ മഹാരാജാവ് അറിയാതെ തന്നെ കൈകേയി തന്റെ കൈവിരൽ ആണിയുടെ സ്ഥാനത്തിട്ട് യുദ്ധം കഴിയുന്നതുവരെ തേർ നടത്തി വന്നു. യുദ്ധം അവസാനിച്ചു മടങ്ങുമ്പോഴാണ് രാജാവ് ഈ അത്യാഹിത സംഭവത്തെക്കുറിച്ച് അറിഞ്ഞത്. സന്തോഷഭാരത്തോടുകൂടി കൈകേയിയെ വളരെ വളരെ അനുമോദിച്ചു. സമ്മാനമായി ദേവിക്ക് 2 വരങ്ങളും കൊടുത്തു. ഇഷ്ടമുള്ളത് എന്തായാലും സാധിപ്പിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മന്ധര പറഞ്ഞു, ആ പ്രസ്തുത 2 വരങ്ങളെ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊള്ളുക. രാജാവ് സത്യപരായണനായതുകൊണ്ട് നീ ചോദിക്കുന്ന വരം തരാതിരിക്കില്ല. മന്ധരെ, നീ എന്നെ രക്ഷിച്ചു. ആ വരദാന പ്രതിജ്ഞ ഞാൻ മറന്നുപോയിരുന്നു എന്ന് പറഞ്ഞ് മന്ധരെ കൈകേയി കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു. രാമ അവതാര ഉദ്ദേശം സാധിക്കണമെങ്കിൽ പട്ടാഭിഷേകം നടക്കാൻ പാടില്ല. അതിനുവേണ്ടി ദേവകളുടെ പ്രാർത്ഥനയനുസരിച്ച് സരസ്വതി ദേവി മന്ധരയുടെ നാവിൽ പ്രവേശിച്ച് അവളെ കൊണ്ട് ഇപ്രകാരമൊക്കെ പറയിപ്പിച്ചതാണ്. മന്ധര മുറിയിൽ നിന്നും മറഞ്ഞ ഉടൻ കൈകേയി അണിഞ്ഞിരുന്ന ആഭരണങ്ങളും പട്ടാമ്പരങ്ങളും വലിച്ചു പറിച്ചു ദൂരത്തെറിഞ്ഞ് കാർകൂന്തൽ അഴിച്ചു. മുഖത്തും തോളിലും പിറകിലുമായി അത് ചിതറിയിട്ടു. കുടുകുടാ ഒഴുകുന്ന കണ്ണീരോടുകൂടി വെറും നിലത്ത് പൊടിയിൽ കിടന്ന് ഇടിച്ചിടിച്ച് കരയാൻ തുടങ്ങി. സ്വാമിനിയുടെ ഈ ദയനീയ സ്ഥിതി കണ്ട് കാര്യമറിയാതെ ദാസിമാർ മഹാരാജാവിനെ വിവരം ധരിപ്പിച്ചു. അദ്ദേഹം പെട്ടെന്ന് തന്നെ പരിഭ്രാന്തനായി കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് കടന്നുവന്നു. ആടയാഭരണങ്ങൾ പരിവർജിച്ചും കണ്ണുനീരിൽ കുളിച്ചും എന്നാൽ കണ്ണുകളിൽ കോപം സ്ഫുരിപ്പിച്ചും നിലത്ത് കിടക്കുന്ന പ്രിയതമയെ കണ്ട് ദശരഥൻ ആകെ അമ്പരന്നു. എപ്പോഴും തന്റെ ആഗമനാവസരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തു വന്ന നർമ്മ സല്ലാപങ്ങൾ ചെയ്യാറുള്ള സുന്ദരിയായ കൈകേയിക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു അവസ്ഥാമാറ്റം സംഭവിക്കാൻ എന്താണ് കാരണം? ദശരഥൻ ആലോചിച്ചു. അദ്ദേഹം മന്ദം അവളുടെ അടുത്ത് ചെന്ന് അവളുടെ പൂമേനി തഴുകിക്കൊണ്ട് ചോദിച്ചു, ആത്മവല്ലഭേ, ഈ മംഗള അവസരത്തിൽ സർവജനങ്ങളും ആഹ്ലാദിക്കുന്ന ഈ മുഹൂർത്തത്തിൽ നിനക്ക് ഈ വിധമൊരു ദുഃഖമുണ്ടാകാൻ കാരണം എന്താണ്? നിന്നോട് ആരെങ്കിലും വല്ല വിദ്രോഹവും പ്രവർത്തിച്ചോ? പറയൂ, അവനെ ഞാൻ കഠിനമായി ശിക്ഷിക്കുന്നതാണ്. അതുകേട്ട് കൈകേയിയുടെ രോദനം വർദ്ധിച്ചു. പ്രിയതമനായ ദശരഥന്റെ പരിഭ്രമവും വർദ്ധിച്ചു. ദേവിയുടെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ദുഃഖത്തിന് കാരണം എന്താണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും അന്വേഷിച്ചു. കൈകേയി എഴുന്നേറ്റിരുന്നു. കണ്ണുനീർ തുടച്ചുകൊണ്ട് ക്രോധത്തോടുകൂടി ജൽപ്പിച്ചു, അങ്ങ് രാമനെ രാജാവായി വാഴിച്ചുകൊണ്ട് എന്റെ മകൻ ഭരതനെ അവന്റെ ദാസനാക്കാനാണല്ലേ ഭാവിക്കുന്നത്? അത് ഞാൻ സമ്മതിച്ചു തരില്ല. അങ്ങയുടെ ഈ കുടില മനസ്ഥിതി എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. എന്റെ കണ്ണു കെട്ടാമെന്ന് അങ്ങ് വിചാരിക്കണ്ട. ദശരഥൻ പറഞ്ഞു, കൈകേയി, നീ സൽഗുണവതിയല്ലേ?
നീ ഇങ്ങനെ സംസാരിക്കുന്നത് പാപമാണ്. ഞാൻ കുടില ചിത്തനെന്നോ പതിഭക്തിയുള്ള ഒരു സതീമണിയുടെ നാവാണോ ഇങ്ങനെ പാപജടിലവും കർണകഠോരവുമായ വാക്കുച്ചരിച്ചത്? രാമന് പട്ടാഭിഷേകം നിശ്ചയിച്ചത് അവൻ എന്റെ മൂത്ത പുത്രനായതുകൊണ്ടാണ്, അല്ലാതെ നിന്റെ മകനെ അവന്റെ ദാസനാക്കാനല്ല. കൈകേയി പറഞ്ഞു, അങ്ങ് പണ്ട് 2 വരം എനിക്ക് നൽകാമെന്ന് സത്യം ചെയ്തിട്ടില്ലേ? ആ വരം എനിക്കിപ്പോൾ വേണം. ദശരഥൻ പരിഭ്രാന്തനായി ചോദിച്ചു, അത് തരാമല്ലോ. സത്യ ഹരിശ്ചന്ദ്രന്റെ വംശത്തിൽ പിറന്ന ഞാൻ ഒരിക്കലും സത്യലംഘനം ചെയ്യില്ല. കൈകേയി പറഞ്ഞു, എന്നാൽ എനിക്ക് ആ വരങ്ങൾ 2ഉം ഇപ്പോൾ കിട്ടണം. ഒരു വരം രാമന് പകരം ഭരതനെ അയോധ്യാധിപതിയായി വാഴിക്കണം. 2ാമത്തെ വരം രാമൻ 14 വർഷം ആരണ്യവാസം ചെയ്യണം. ദശരഥൻ വിലപിച്ചു, ഹാ ദുഷ്ടേ, ഘാതകി, ഇതോ നീ ചോദിക്കുന്ന വരം. നിന്റെ മകൻ രാജ്യം വാഴണമെങ്കിൽ രാമൻ എന്തിന് 14 വർഷം കാനനത്തിൽ വാഴണം? അല്പം കഴിഞ്ഞ് കണ്ണു തുറന്ന് കരഞ്ഞുകൊണ്ട് അദ്ദേഹം അപേക്ഷിച്ചു, കൈകേയി, പ്രിയ വല്ലഭേ, നിനക്കെന്നിൽ അല്പം പോലും ദയവ് തോന്നുന്നില്ലേ? ഭരതന്റെ പട്ടാഭിഷേകം നാളെ തന്നെ നടത്തി അവനെ രാജാവായി വാഴിക്കാം. പക്ഷെ രാമനെ എന്തിന് കാനനത്തിലേക്ക് അയക്കുന്നു, അതും 14 വർഷം? അതിനു പകരം വേറെ എന്തെങ്കിലും ഒരു വരം ചോദിക്കൂ, ഞാൻ തരാം. കൈകേയി ദൃഢസ്വരത്തിൽ പറഞ്ഞു, അങ്ങ് സത്യപരിപാലനിഷ്ഠനാണെങ്കിൽ ഞാൻ ചോദിച്ച 2 വരങ്ങളും എനിക്ക് നൽകണം. ഇല്ലെങ്കിൽ സത്യലംഘനം ചെയ്തുകൊള്ളൂ. ദശരഥന്റെ ഹൃദയം തേങ്ങി. അദ്ദേഹം വിലപിച്ചുകൊണ്ട് ആ നിലത്ത് ഉരുണ്ടു വീണു. പരമഘാതകി, നിന്റെ ഹൃദയം കാരിരുമ്പാണോ? നീ ഒരു രൂക്ഷ യക്ഷിയായിരുന്നോ? എങ്ങനെ ഈ കമനീയ രൂപം സ്വീകരിച്ച് എന്റെ പത്നിയായി? നീ എന്നെ കടിച്ചു കീറി ഇതുവരെ കൊന്നു തിന്നില്ലല്ലോ. നീ വിഷമിക്കണ്ട, ഞാൻ സത്യലംഘനം ചെയ്യുകയില്ല. എന്റെ വംശത്തെ ഞാൻ മലിനപ്പെടുത്തുകയില്ല. നിന്റെ 2 വരവും ഞാൻ നൽകിയിരിക്കുന്നു. വേതാള രാക്ഷസിയായി നീ തുള്ളി ആനന്ദിച്ചുകൊള്ളൂ. ദുഷ്ടേ, ഭരതനേക്കാൾ കൂടുതൽ സ്നേഹം രാമനോടാണെന്ന് നീ എത്ര വട്ടം പറയാറുണ്ട്. ആത്മവഞ്ചകി, രാമൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? ചെവിയിൽ വജ്രായുധം തറച്ച പോലെ രാജാവ് കൈകേയിയുടെ വാക്കുകൾ കേട്ട് കേട്ട് മൂർച്ഛിച്ചു വീണു. ബോധമുണ്ടാകുമ്പോൾ ഭ്രാന്തൻ എന്ന പോലെ നിലത്ത് കിടന്നു ഉരുണ്ട് നിലവിളിക്കാൻ തുടങ്ങി. രാജാവ് പരവശനായി പലവട്ടം കൈകേയിയോട് അപേക്ഷിച്ചു. എന്നാൽ കൈകേയിയിൽ അല്പം പോലും അലിവ് കണ്ടില്ല. രാജാവിന്റെ എല്ലാ ആഗ്രഹങ്ങളും തകർന്നു. മാത്രമല്ല, പ്രാണതുല്യനായ രാമനെ വിട്ടുപിരിയണമെന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. പ്രജ്ഞ അറ്റവനെ പോലെ ദശരഥൻ അല്പനേരം വെറും നിലത്ത് നിശ്ചലനായി കിടന്നു. എന്നിട്ട് ഗദ്ഗദത്തോടെ പുലമ്പി, പൊന്നുമോനെ രാമ, നിന്നെ ഞാൻ ഹനിച്ചു. പ്രജാബലികളുടെ കണ്ണിലുണ്ണിയായി ഞാൻ ഹനിച്ചു. രാജ്യലക്ഷ്മിയെ ഞാൻ ഹനിച്ചു. പാപിഷ്ടയായ ഒരു ചണ്ടാളിക്കു വേണ്ടി എന്റെ പൊന്നോമന മകനെ ഞാൻ ബലിയർപ്പിച്ചു. മകനെ, എന്റെ പൊന്നുമകനെ, 14 വർഷത്തെ കാനനവാസം നിനക്ക് ഞാൻ വിധിക്കേണ്ടി വരുമല്ലോ. രാജമകുടം ചൂടേണ്ട നിന്റെ ശിരസിൽ ജടാമകുടമാണല്ലോ മകനെ ചൂടാൻ പോകുന്നത്. ഇത് എന്തൊരു കൊടിയ ശിക്ഷ! രാമാ, രാമാ! ഇപ്രകാരം വിളിച്ചു കരഞ്ഞ് ബോധഹീനനെ പോലെ ആ വൃദ്ധ നരേന്ദ്രൻ നിലത്തു വീണു കിടന്നു. നിദ്രാദേവി അദ്ദേഹത്തെ കടാക്ഷിച്ചില്ല. രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് നെടുവീർപ്പുകൾ വിട്ടും ചുടുബാഷ്പങ്ങൾ പൊഴിച്ചും ആ ദുഃഖിതൻ രാത്രി കഴിച്ചുകൂട്ടി. കൈകേയിയുടെ അന്തഃപുര മണിയറയിൽ ദുസ്സഹ മനോവേദനയോടും കഥന ഭാരത്തോടും ദശരഥൻ കിടക്കുന്ന വിവരം ആ കൊട്ടാരത്തിൽ ആരും തന്നെ അറിഞ്ഞില്ല. അരുണോദയമായപ്പോൾ പട്ടാഭിഷേക വാർത്ത കാട്ടുതീ പോലെ നഗരം മുഴുവനും പരന്നു കഴിഞ്ഞിരുന്നു. അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം എന്ന പഴമൊഴി അന്വർത്ഥമാണ്. അനാർഭാടമായി ആ ചടങ്ങു മാത്രം നിർവഹിച്ചാൽ മതിയെന്ന് ദശരഥൻ കൽപ്പിച്ചിട്ടും നേരം വെളുത്തപ്പോഴേക്ക് നഗരം മുഴുവനും കുലവാഴ തോരണങ്ങളാലും കമനീയ കമാനങ്ങളാലും രമണീയമായി അലങ്കരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. തങ്ങളുടെ ഭക്ത്യാദര സ്നേഹ ബഹുമാന ഭാജനമായ രാമചന്ദ്രന്റെ പട്ടാഭിഷേകം കണ്ട് കൺകുളിർത്ത് ആനന്ദിക്കുവാൻ വേണ്ടി പൗരാവലികളും കൂട്ടം കൂട്ടമായി കൊട്ടാരത്തിലേക്ക് വന്ന് നിറഞ്ഞു കഴിഞ്ഞു. ഇത് കണ്ട് ഒരു ചെറു മന്ദഹാസത്തോടെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, കുമാര, ഇന്നെന്റെ പട്ടാഭിഷേകമാണ്. ആചാരവിധി അനുസരിച്ച് ഞാനും സീതയും അതിനുവേണ്ട ദീക്ഷകളും വ്രതങ്ങളും അനുഷ്ഠിച്ചു കഴിഞ്ഞു. എന്നാലും ഞാൻ രാജാവാകാൻ ആഗ്രഹിക്കുന്നില്ല. പേരിനു വേണ്ടി മാത്രം ഒരു രാജാവ്. എനിക്ക് വേണ്ടി നീ രാജ്യം ഭരിച്ചുകൊള്ളൂ. ലക്ഷ്മണൻ ഉത്കണ്ഠയോട് ചോദിച്ചു, ജ്യേഷ്ഠ,
അവിടെ നിന്ന് എന്താണ് ഇങ്ങനെ കൽപ്പിക്കുന്നത്? രാമൻ പറഞ്ഞു, ഒന്നും ഉണ്ടായിട്ടല്ല, വിധിയുടെ വിചിത്രമായ വിഗതി അപ്രകാരമായിരിക്കും. സൗമിത്രി ഇത് കേട്ട് ആകെ പകച്ചു നിന്നുപോയി. അല്പം കഴിഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി വന്ന് രഘുപതിയെയും ജാനകിയെയും പൂജാമുറിയിലേക്ക് ആനയിച്ചു. പുരോഹിത വൃന്ദങ്ങൾ അവിടെ മന്ത്രോച്ചാരണം ചെയ്തുകൊണ്ടിരുന്നു. ഹോമകുണ്ടത്തിൽ നിന്നും സുഗന്ധ ധൂപങ്ങൾ ഉത്ഗമിക്കുന്നു. കുളിച്ച് പട്ടാമ്പരം ചുറ്റി രാമനും മന്ത്രകോടി ധരിച്ച് മൈഥിലിയും പൊൻപീഠങ്ങളിൽ ആസനസ്ഥരായി. ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരുന്നു. എവിടെയും ഉല്ലാസ മഹോത്സവം. എന്നാൽ നേരം വളരെ വൈകിയിട്ടും മഹാരാജാവ് ഉണർന്ന് പട്ടാഭിഷേക മണ്ഡപത്തിൽ വരാത്തതെന്താണ്? ജനങ്ങൾ അത്ഭുതപ്പെട്ടു. സ്തുതിപാഠകന്മാർ വേഗം കൈകേയിയുടെ അന്തഃപുരത്തിൽ ചെന്ന് ദശരഥൻ ഉണരാൻ വേണ്ടി സ്തുതിഗീതങ്ങൾ മുഴക്കി. അത് കേട്ട് കൈകേയി കോപിഷ്ഠയായി പുറത്തു വന്ന് ശകാരസ്വരത്തിൽ പറഞ്ഞു, മഹാരാജാവിന് ആലസ്യമാണ്, സ്തുതിഗീതങ്ങൾ അവസാനിപ്പിക്കുക. അതോടെ എല്ലാം ശാന്തമായി. മന്ത്രിപ്രവരനായ സുമന്ത്രർ ഉടൻ തന്നെ അവിടെ എത്തി വെറും നിലത്ത് പൊടിയണിഞ്ഞ തറയിൽ ദുഃഖാർത്തനായി ശയിക്കുന്ന രാജപുങ്കവനെ കണ്ട്, ഇതെന്തു പറ്റി, അങ്ങേക്ക് എന്തു പറ്റി എന്ന് കേകേയ പുത്രിയോട് ചോദിച്ചു. മഹാരാജാവിന് രാത്രിയിൽ ഒട്ടും തന്നെ ഉറക്കം കിട്ടിയിട്ടില്ല. സദാ രാമ രാമ എന്ന് വിളിച്ച് വിലപിക്കുകയായിരുന്നു. അതിനാൽ അങ്ങ് ഉടനെ രാമനെ ഇവിടേക്ക് വരുത്തൂ. അത് കേട്ട് ദശരഥൻ കണ്ണുകൾ തുറന്ന് കൈകേയിയെ ഒന്ന് നോക്കി. എന്നിട്ട് സങ്കടത്തോടെ സുമന്ത്രരോട് പറഞ്ഞു, സുമന്ത്രരെ, എന്റെ ജീവന്റെ ജീവനായ രാമനെ എനിക്കൊന്ന് കാണണം. പോയി അവനെ കൂട്ടിക്കൊണ്ടുവരൂ. സുമന്ത്രർ പറഞ്ഞു, രാജകുമാരൻ പൂജകൾ നടക്കുന്ന അഭിഷേക വേദിയിൽ ദീക്ഷയാചരിച്ചിരിക്കുകയാണ്. അങ്ങ് എന്താണ് അങ്ങോട്ടേക്ക് എഴുന്നള്ളാത്തത്? അപ്പോൾ ദശരഥൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പൂജയും അഭിഷേകവും ഒന്നും വേണ്ട, അതൊക്കെ നിർത്തി എന്റെ പൊന്മകനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയൂ. എന്നിട്ട് ദശരഥൻ പൊട്ടിക്കരഞ്ഞു. രാമചന്ദ്രൻ നഗ്നപാതനായി പിതാവിന്റെ മണിമന്ദിരത്തിലെത്തി. അച്ഛാ എന്ന് ഭക്തിപൂർവം വിളിച്ചു. കുമാരന്റെ പിറകെ സദസ്സിലിരുന്ന ജനാവലികളും അന്തഃപുര പരിസരത്തിൽ വന്ന് തടിച്ചുകൂടി. ഹതാശനായ രാജേന്ദ്രൻ തനയന്റെ ആഹുതി കേട്ട് എഴുന്നേറ്റ് മകനെ മാറോടടക്കി ആലിംഗനം ചെയ്തു. കഥന വേദനയോടെ അദ്ദേഹം പൊട്ടിപ്പൊട്ടി കരഞ്ഞു. പിതാവിനെ മടിയിൽ കിടത്തിക്കൊണ്ട് രാമൻ ചോദിച്ചു, അച്ഛൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു ദുഃഖാലസ്യമുണ്ടാകാൻ എന്താണ് കാരണം? വീണ്ടും വീണ്ടും ചോദിച്ചിട്ടും അദ്ദേഹത്തിന് മറുപടി ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അടുത്തു നിൽക്കുന്ന കൈകേയിയോട് രാമൻ ചോദിച്ചു, അച്ഛൻ ഇന്നലെ വൈകിട്ട് സന്തോഷത്തോടെയാണല്ലോ അമ്മ ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെയൊരു ദുഃഖത്തിന്റെ വിവരം ഇവിടെ ആരും ഇതേവരെ അറിഞ്ഞിരുന്നില്ല. കൈകേയി അത് കണ്ട് പ്രതിവചിച്ചു, അച്ഛന്റെ ദുഃഖത്തിന് കാരണക്കാരൻ രാമ നീ തന്നെയാണ്. നീ വിചാരിച്ചാൽ അച്ഛന്റെ ഈ ദുഃഖവും ആലസ്യവും ഒക്കെ മാറ്റാൻ സാധിക്കും. പണ്ട് അച്ഛൻ എനിക്ക് 2 വരം വാഗ്ദാനം ചെയ്തിരുന്നു. ആ 2 വാഗ്ദാനങ്ങൾ ഞാൻ ഇന്നലെ ചോദിച്ചു. സത്യലംഘനം ചെയ്യാനുള്ള മടി കൊണ്ടാണ് അച്ഛൻ ഈ ആലസ്യവും ദുഃഖവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഒരു ഉത്തമപുത്രനായ നിന്റെ കടമ നീ നിർവഹിച്ചാൽ ഇതൊക്കെ നേരെയാകും. രാമൻ അതു കേട്ട് ആശ്ചര്യത്തോടെ ചോദിച്ചു, അമ്മ ഇങ്ങനെ എന്തിനാണ് വളച്ചു കെട്ടി പറയുന്നത്? ഉള്ളത് ഉള്ളതുപോലെ തുറന്നു പറയൂ. ഞാൻ ഒരു പുത്രന്റെ ധർമ്മം നിശ്ചയമായും ചെയ്യും. അച്ഛൻ എന്തു പറഞ്ഞാലും ഞാൻ അത് അനുസരിക്കുമല്ലോ. കൈകേയി പറഞ്ഞു, എന്നാൽ ഞാൻ പറയാം, നിനക്ക് വിഷമമൊന്നും തോന്നരുത്. ഞാൻ ചോദിച്ച 2 വരം, ഒന്ന് ഭരതനെ അയോധ്യയുടെ രാജാവായി വാഴിക്കണം, മറ്റേത് നിന്നെ 14 സംവത്സരം കാനനത്തിലേക്ക് അയക്കണം. അതു കേട്ടപ്പോഴാണ് അച്ഛൻ ഈ ദുഃഖാലസ്യം ഉണ്ടായത്. അതുകൊണ്ട് അച്ഛനെ സത്യപരിപാലന നിഷ്ഠനാക്കണമെങ്കിൽ ഇനി നീ തന്നെ വിചാരിക്കണം. കൈകേയിയുടെ വാക്കുകൾ കേട്ടുനിന്ന ജനങ്ങൾ ഭയങ്കരി, രാക്ഷസി എന്നിങ്ങനെ ആക്രോശിച്ചു പോയി. രാമൻ താതനെ തടവിക്കൊണ്ട് ശാന്തനായിരുന്നു. എന്നിട്ട് കൈകേയിയോടായി പറഞ്ഞു, അമ്മേ, അച്ഛന്റെ മനോരഥം അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഉത്തമനായ ഒരു പുത്രനാണ് ഞാൻ. അച്ഛന്റെ സത്യപ്രതിജ്ഞ യാതൊരു വിഘ്നവും കൂടാതെ നടന്നുകൊള്ളട്ടെ. എന്റെ അനുജൻ ഭരതൻ അയോധ്യാപതിയായി വാഴുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമാണ്. എന്നോടുള്ള സ്നേഹാധിക്യം കൊണ്ട് മാത്രമാണ് അമ്മ ഇങ്ങനെ ഒരു വരം വാങ്ങി എനിക്ക് സുഖജീവിതം അനുവദിച്ചു തന്നത്. രാജ്യഭരണ ക്ലേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി സുദീർഘമായി 14 സംവത്സരം ഈശ്വര ചിന്തയോടെ എനിക്ക് കാട്ടിൽ കഴിഞ്ഞുകൂടാമല്ലോ. എത്ര ആനന്ദകരമായ ജീവിതമായിരിക്കും അത്. ചന്ദ്രവംശ തിലകനായ പുരുപിതാവിന്റെ വാർദ്ധക്യം വാങ്ങി അച്ഛനെ തൃപ്തിപ്പെടുത്തി. എന്റെ പൂർവികനായ ഭഗീരഥൻ ആകാശഗംഗയെ ഭൂമിയിൽ വിനിർഗളിതയാക്കി പിതൃക്കളെ തൃപ്തിപ്പെടുത്തി. ഇതൊക്കെയാണ് ഒരു പുത്രന്റെ ധർമ്മം.
പുത് എന്ന നരകത്തിൽ നിന്നും തന്റെ താതനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. ആ കമനീയ പുത്രധർമ്മം ഞാൻ നിർവഹിക്കും അമ്മേ, വിഷമിക്കണ്ട. അച്ഛന്റെ സൗഖ്യമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. ഇങ്ങനെയൊരു പുത്രധർമ്മം അനുഷ്ഠിക്കാൻ അമ്മ എനിക്ക് അവസരം നൽകിയത് പുണ്യോൽക്കരമായ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അച്ഛൻ എന്തുകൊണ്ട് എന്നോടിത് നേരത്തെ പറഞ്ഞില്ല? ഇന്നലെ തന്നെ അമ്മ എന്നോടിത് പറഞ്ഞിരുന്നു എങ്കിൽ ഈ ദുഃഖം ഒന്നും അച്ഛനും അനുഭവിക്കേണ്ടിയും വരില്ലായിരുന്നു. രാജമകുടം ചൂടി രാജാവായി വാഴാൻ ഭരതനാണ് എന്തായാലും എന്നെക്കാൾ സർവ്വതാ യോഗ്യൻ. ആയതിനാൽ കേകയത്തിൽ നിന്നും അവനെ ഉടൻ വരുത്തി വിഘ്നം വന്നിരിക്കുന്ന ഈ അഭിഷേകം പുനരാരംഭിച്ച് അവനെ അയോധ്യാപതിയായി വാഴിക്കുക. അച്ഛനെ സത്യപരിപാലനിഷ്ഠനാക്കി തീർക്കുന്നതിന്, ഇളയമ്മയോടുള്ള അച്ഛന്റെ സത്യം പരിപാലിക്കുന്നതിന് ഞാൻ ഇപ്പോ തന്നെ കാനനത്തിലേക്ക് പുറപ്പെടുന്നതാണ്. പുത്രന്റെ പിതൃഭക്തി നിർഭരമായ ഈ വാക്കുകൾ കേട്ട് ദശരഥൻ കൈകൾ ഉയർത്തി മകന്റെ ആ ലോലമോഹനമായ കവിളുകൾ തടവിക്കൊണ്ട് പുലമ്പി, എന്റെ പൊന്നോമന കൺമണി, സ്ത്രീജിതനായി പെണ്ണിനടിമയായി അധർമ്മഗർത്തത്തിൽ പതിച്ചിരിക്കുന്ന നീചനായ ഈ അച്ഛനെ പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിലിട്ട് പൂട്ടിക്കൊണ്ട് നീ രാജാവാകും മകനെ. അതുമൂലം എനിക്ക് സത്യലംഘന ദോഷം വരില്ല. രാമ, എന്റെ ആത്മാവിന്റെ ആത്മാവായ പൊന്നുമോനെ ആരോമലെ, നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിക്കും? എന്നെ പിരിഞ്ഞ് നീയോ എങ്ങനെ ആ കാനനത്തിൽ കഴിഞ്ഞുകൂടും? ഇങ്ങനെ കരഞ്ഞും ഗാഢഗാഠം മകനെ ആലിംഗനം ചെയ്തും തഴുകിയും ദീർഘനിശ്വാസങ്ങൾ വിട്ട് പിന്നെയും കരഞ്ഞും പിന്നെയും മുറുകെ മുറുകെ പുണർന്നു ചുംബിച്ചും പലവിധ ദുഃഖ ചാബല്യങ്ങൾ കാണിക്കുന്ന ആ അച്ഛൻ്റെ മുഖത്ത് കുളിർജലം തളിച്ച് വസ്ത്രാഞ്ചലത്താൽ അശ്രുക്കൾ തുടച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി രാമൻ സമാധാനപൂർവ്വം സാന്ത്വനപ്പെടുത്തി. അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? അച്ഛൻ്റെ സത്യം യാതൊരു കാരണവശാലും ലംഘിക്കപ്പെടാൻ പാടില്ല. അത് സാധിപ്പിച്ച് അച്ഛനെ സത്യപരിപാലകനാക്കാൻ എനിക്ക് പറ്റും. അച്ഛൻ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നു? രാജ്യം ഭരതൻ വാണുകൊള്ളട്ടെ. ആരണ്യൻ വാഴാൻ ഞാനും ആഗ്രഹിക്കുന്നു. 14 വർഷമല്ലേ വേണ്ടൂ. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ആ കാലം കഴിയും. അതുവരെ അച്ഛൻ മനസമാധാനത്തോടെ സൗഖ്യമായി ഇവിടെ ഇരിക്കും. എന്നെക്കാൾ പിതൃഭക്തനാണ് ഭരതൻ. അതിലും അച്ഛൻ ഭാഗ്യവാനല്ലേ. ഇളയമ്മേ, ഇനി ഞാൻ ഒട്ടും താമസിക്കുന്നില്ല. ആദിത്യനും 5 നാഴികയോളം പുലർന്നു കഴിഞ്ഞു. അമ്മയോടും സീതയോടും യാത്ര പറഞ്ഞതിന് ശേഷം ഞാൻ ഉടൻ തന്നെ കാനനവാസത്തിന് പുറപ്പെടുകയാണ്. കേകയത്തിലേക്ക് ദൂതനെ അയച്ച് വേഗം ഭരതനെ വരുത്തൂ. ഇത്രയും പറഞ്ഞിട്ട് അച്ഛൻ്റെ പാദത്തിൽ വീണ്ടും വീണ്ടും വന്ദിച്ച് കൈകേയിയോട് യാത്രാനുവാദവും വാങ്ങി രാമൻ മാതാവിൻ്റെ ഗൃഹത്തിലേക്ക് കൗസല്യയുടെ അടുത്തേക്ക് പോയി. ആ സമയത്തെല്ലാം നിഴലുപോലെ രാമന്റെ പിറകിൽ ലക്ഷ്മണനും ഉണ്ടായിരുന്നു. കൈകേയിയുടെയും ദശരഥന്റെയും വാക്കുകൾ കേട്ട് ഒരുപാട് കോപിച്ച് ആ ചോന്ന കണ്ണൊക്കെയായി ലക്ഷ്മണൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം രാമനെ അനുഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാമനോടുള്ള ഭക്തി കൊണ്ട് കൈകേയിയോട് ലക്ഷ്മണൻ ഒന്നും തന്നെ എതിർത്ത് സംസാരിച്ചില്ല. കൈകേയിയെ കൊല്ലാൻ പോലും ലക്ഷ്മണന്റെ കൈകൾ തരിച്ചിരുന്നു. തലേ ദിവസം വൈകുന്നേരം ഭഗവാന്റെ പട്ടാഭിഷേക വാർത്ത കേട്ടത് മുതൽ തന്നെ അത് നിർവിഘ്നം പരിസമാപ്തി ചെയ്യാൻ വേണ്ടി കൗസല്യാദേവി പ്രാർത്ഥിച്ചിരിപ്പാണ്. നേരം പുലർന്നത് തന്നെ അവർ അറിഞ്ഞിട്ടില്ല. ഭക്തിപരവശയായി ചിത്തം മുഴുവനും മംഗളസ്വരൂപിണിയായ ദേവിയിൽ തന്നെ അർപ്പിച്ച് കൗസല്യ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രൻ മുന്നിൽ വന്ന് നിന്നതുപോലും കൗസല്യ കണ്ടില്ല. സമീപത്തുണ്ടായിരുന്ന സുമിത്ര പറഞ്ഞിട്ടാണ് അവർ അറിയുന്നത്. പെട്ടെന്ന് തന്നെ ഉണർന്ന് കൺമിഴിച്ച് വാത്സല്യത്തോടെ അമ്മ പുത്രനെ ആലിംഗനം ചെയ്യാനായിട്ട് ഓടി വന്നു. അപ്പോൾ രാമൻ കൗസല്യാദേവിയോട് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇടി വെട്ടിയതുപോലെ കൗസല്യ സ്തബ്ധയായി. എന്നാൽ ഇതിനിടയിൽ രാമൻ ലക്ഷ്മണന് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് അച്ഛൻ്റെയും കൈകേയിയുടെയും തീരുമാനത്തിന് ലക്ഷ്മണൻ എതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകം ഈ മുഹൂർത്തത്തിൽ അനുജനായ ലക്ഷ്മണൻ നടത്തും. കോപം കൊണ്ട് ജ്വലിക്കുന്ന സൗമിത്രിയുടെ ഭാവം കണ്ട് ശാന്തസ്വരൂപനായ രാമചന്ദ്രൻ അടുത്തു ചെന്ന് അനുജന്റെ തോളിൽ തടവി വിനയപൂർവം ശാന്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനുജ, ലക്ഷ്മണ, സമാധാനിക്കൂ. എന്നെക്കുറിച്ചുള്ള സ്നേഹ ബഹുമാന വാത്സല്യങ്ങൾ നിന്നോളം ആർക്കുമില്ല. അതുകൊണ്ടാണ് നീ ക്രോധവിവശനായത്. ക്രോധം ആപത്തിന് കാരണമാണ്.
മനുഷ്യത്വത്തെ ഒരു വ്യാഘ്രിയെ പോലെ അത് കടിച്ചു കീറി ചിന്തും. മുക്തിക്ക് പോലും അത് വിഘ്നം വരുത്തും. മാതാപിതാക്കളെയും ഭ്രാതൃജനങ്ങളെയും ബന്ധുവർഗജ്ഞാതികളെയും ക്രോധം മൂലം മനുഷ്യൻ വധിക്കുകയാണ്. ക്രോധം എന്നത് യമനാണ്. ധർമ്മക്ഷയത്തിന് കാരണവും പാപസഞ്ചയം കോപത്തിന്റെ സന്തതിയാണ്. നരകത്തിലേക്കുള്ള പാതയാണ് ഈ ദേഷ്യം. മനുഷ്യനെ പിശാചാക്കുന്ന ദുർഭൂതമാണ് ക്രോധം. അതുകൊണ്ട് അനുജ ലക്ഷ്മണ, നീ ക്രോധമടക്കി ശാന്തനാകൂ. കാമ ക്രോധ ലോഭ മോഹാദികളുള്ള മനുഷ്യന് ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല, അവന് സമാധാനവും ഇല്ല. ലക്ഷ്മണകുമാര, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പട്ടാഭിഷേകം ആർക്കാണ്? നിന്റെ ജ്യേഷ്ഠനായ രാമന്റെ ശരീരത്തിന് അല്ലേ? ശാശ്വതമായ ആത്മാവിന് പട്ടാഭിഷേകം ഉണ്ടോ? ദേഹാഭിമാനം മൂലമുള്ള ചിന്ത കൊണ്ടല്ലേ ഇതിനൊക്കെ ആഗ്രഹം തോന്നുന്നത്? ഈ ദേഹം തന്നെ ശാശ്വതമാണോ? ആ സ്ഥിതിക്ക് ഈ ദേഹത്തെ സംബന്ധിക്കുന്ന ഈ പട്ടാഭിഷേകം തുടങ്ങിയ മേന്മകളും ആർഭാടങ്ങളും ഒക്കെ ശാശ്വതമാണോ? പകല് വന്നു മറയുന്നു, പിന്നെ രാത്രിയാകുന്നു. ആ രാത്രി പോയി പിന്നെയും പകല് വരുന്നു. അത് മറിഞ്ഞ് പിന്നെയും രാത്രിയാകുന്നു, വീണ്ടും പകല് വരുന്നു, വീണ്ടും രാത്രിയാകുന്നു. ഇതുപോലെ ദേഹം ഉണ്ടാകുന്നു, അത് നശിക്കുന്നു, പിന്നെയും ഉണ്ടാകുന്നു, പിന്നെയും നശിക്കുന്നു. രോഗങ്ങളാണെങ്കിൽ ശരീരത്തെ കൊത്തി വിഴുങ്ങുവാൻ വേണ്ടി അതിന്റെ ചുറ്റും കഴുകന്മാരെ പോലെ കാത്തിരിക്കുന്നു. മരണമാണെങ്കിലോ സദാ ശിരസിൽ പതിയിരിക്കുന്നു. ഇതൊന്നും അറിയാതെ മായാബന്ധനായ മനുഷ്യൻ ദേഹാഭിമാനത്തോടെ പലതും ചെയ്യുന്നു, പലതും പറയുന്നു. വഴിയമ്പലത്തിൽ വിശ്രമിക്കാൻ വേണ്ടി വഴിയാത്രക്കാർ വന്ന് കുറെ നേരം ഇരുന്ന് പിരിയുന്നത് പോലെയാണ് മനുഷ്യരുടെ ജനനവും മരണവും. ഈ ലോകം ഒരു വഴിയമ്പലം എന്ന് വിചാരിച്ചാൽ മതി. എവിടെയോ നിന്ന് വഴിയാത്രക്കാർ ഇവിടെ വരുന്നു, എവിടേക്കോ അവർ തിരിച്ചു പോകുന്നു. ആ വഴിയമ്പലത്തിൽ ആർക്കും ശാശ്വതമായ ഒരു സ്ഥാനമോ നിലനിൽപ്പോ ഒന്നുമില്ല. അത് തന്റെ സ്വന്തമാണെന്ന് വിചാരിക്കുന്നവൻ അന്ധനായ ഒരു അജ്ഞാനിയാണ്. ദേഹാഭിമാനം കൊണ്ടുള്ള ചിന്തയാണത്. ഞാനെന്നും എൻ്റെ എന്നുമുള്ള സ്വപ്നം. ഇത് മനുഷ്യനിൽ സ്വപ്നം അകലുമ്പോൾ ഞാനുമില്ല നീയുമില്ല എന്ന അവസ്ഥയാണ്. അങ്ങനെ ഒരു മോഹം ജ്യേഷ്ഠനെ പട്ടാഭിഷേകം ചെയ്ത് അയോധ്യാധിപതി ആയി വാഴിക്കണമെന്നുള്ള നിന്റെ മോഹം, അതാണ് നിന്നെ ഇത്രയും ക്രോധത്തിന് വിവശനാക്കിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അനുജ, യാഥാർത്ഥ്യം ചിന്തിച്ച് നീ ശാന്തനായി തീരൂ. അച്ഛൻ്റെ പ്രതിജ്ഞ നിറവേറ്റാൻ നാം എല്ലാവരും ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് നീ അക്ഷോഭ്യനായി എന്നെ കാനനത്തിലേക്ക് യാത്രയാക്കൂ. ഇത് കേട്ട് ലക്ഷ്മണൻ തൊഴുതുകൊണ്ട് രാമനോട് പറഞ്ഞു, ക്ഷമിക്കണം ജ്യേഷ്ഠ, എനിക്ക് മാപ്പ് തരണം. പെട്ടെന്ന് ഞാൻ ക്രുദ്ധനായതിൽ ഇപ്പോൾ മനസ്താപിക്കുന്നു. ജ്യേഷ്ഠന്റെ ഈ വിലയേറിയ ഉപദേശം ഞാൻ ശിരസാ സ്വീകരിക്കുന്നു. ഒരു കാര്യം, ജ്യേഷ്ഠനില്ലാതെ ഒരിക്കലും ലക്ഷ്മണൻ ജീവിക്കില്ല. അതുകൊണ്ട് ജ്യേഷ്ഠന്റെ കൂടെ ഞാനും വരുന്നു. ഈ 14 വർഷവും ജ്യേഷ്ഠന്റെ ദാസനായി ജ്യേഷ്ഠനെ അനുഗമിക്കുവാൻ എന്നെ അനുവദിക്കണം. ജ്യേഷ്ഠൻ അത് നിരസിച്ചാൽ ലക്ഷ്മണൻ അഗ്നിപ്രവേശം കൂടി ചെയ്യും. അത് കണ്ടുവേണം അങ്ങ് കാനനവാസത്തിന് പോകേണ്ടി വരിക. രാമൻ പറഞ്ഞു, അയ്യോ അത്രയുള്ളോ? നിനക്കും എൻ്റെ കൂടെ വരണോ? എന്നാൽ പോരൂ. നിന്നെ വെടിഞ്ഞ് ലക്ഷ്മണ, എനിക്കും ജീവിക്കാൻ വയ്യ. അനുവാദം ലഭിച്ചതോടുകൂടി സൗമിത്രി സമസ്താപരാധവും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജ്യേഷ്ഠന്റെ പാദങ്ങളിൽ പ്രണമിച്ചു. ലക്ഷ്മണന്റെ ധീരമായ പ്രഭാഷണം കേട്ട് സുമിത്ര സ്തബ്ധയായി അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് നിന്നുപോയി. രാമൻ കൗസല്യയോട് പറഞ്ഞു, അമ്മേ, ഒട്ടും മനഃശാഞ്ചല്യം കൂടാതെ അച്ഛനെയും പരിചരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക. വാർദ്ധക്യവും മനോദുഃഖവും മൂലം അച്ഛൻ പരവശനായി ഇരിക്കുകയാണ്. അച്ഛനെ സാന്ത്വനപ്പെടുത്തി ഒരിക്കലും മനക്ലേശമോ ആത്മപീഡയോ ഒന്നും ഉണ്ടാകാതെ പരിചരിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് തന്നെ എപ്പോഴും നിൽക്കണം. 14 വർഷം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. ഭരതൻ എന്നെക്കാളും അമ്മയെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഭരതൻ നാടുവാണാലും അമ്മയ്ക്ക് സങ്കടമൊന്നും തോന്നില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇത് കേട്ട് കൗസല്യ പുഞ്ചിരി തൂകി ഉള്ളിലുള്ള ദുഃഖമൊക്കെ അടക്കി മകനോടൊന്നും പുറത്ത് കാണിച്ചില്ല. എൻ്റെ മകനെ, നിനക്ക് കാനനവാസം ഏറ്റവും സുഖമായി ഭവിക്കട്ടെ. ശിരസിൽ കൈവച്ച് മകനെ അനുഗ്രഹിച്ചു. അതിനുശേഷം തൻ്റെ ആത്മവല്ലഭയായ പ്രാണേശ്വരിയായ സീതയോട് യാത്ര ചോദിക്കാൻ സീതാഗൃഹത്തിലേക്ക് രാമൻ ചെന്നു. പ്രാണേശ്വരൻ പിതൃസന്നിധിയിലേക്ക് പോയ പിറകെ ദേവിയും വസിഷ്ഠന്റെ അനുമതി പ്രകാരം അഭിഷേക മണ്ഡപത്തിൽ നിന്നും സ്വന്തം അരമനയിലേക്ക് പോന്നതാണ്. ആര്യപുത്രൻ അകമ്പടി ഒന്നും ഇല്ലാതെ ഏകനായി വരുന്നത് കണ്ട് സീത ചോദിച്ചു, നാഥ, എന്താണ് ഇങ്ങനെ പതിവിന് വിപരീതമായി അഭിഷേക വേദിയിൽ ഇരുന്ന ആ വേഷത്തോടെ എങ്ങോട്ട് പുറപ്പെട്ടത്? അംഗരക്ഷകന്മാർ ആരില്ലേ?
രാമൻ പറഞ്ഞു, ഞാൻ ഏകനല്ല, എൻ്റെ കൂടെ ലക്ഷ്മണനുണ്ട്. ഞാൻ ഇന്നു മുതൽ കാന്താരത്തിലെ ഒരു ഏകാന്ത പഥികനാകാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള എനിക്ക് എന്തിനാണ് ഇനി അംഗരക്ഷകർ? സീതയ്ക്ക് ഒന്നും മനസ്സിലായില്ല. രാമൻ തുടർന്നു, അച്ഛൻ 2 വരങ്ങൾ കൈകേകി അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പണ്ട്. ആ വരത്തിൽ ഒന്ന് ഇന്ന് അമ്മ ചോദിച്ചിരിക്കുന്നു. ഭരതനെ പട്ടാഭിഷേകം ചെയ്ത് രാജാവാക്കണം. എന്നെ, 2ാമത്തെ വരം, എന്നെ കാനനത്തിലേക്ക് 14 സംവത്സരം അയക്കണം. അച്ഛൻ്റെ ആജ്ഞ പാലിക്കുവാൻ ഞാൻ ആ പുത്രധർമ്മം ചെയ്യാനായിട്ട് ഞാൻ ഇതാ പുറപ്പെടുകയാണ് കാനനവാസത്തിനായി. നിന്നോടും ഇപ്പോൾ ഞാൻ യാത്ര പറയാനാണ് വന്നിരിക്കുന്നത്. മനം പതറാതെ, ഹൃദയം തുടിക്കാതെ ഒരു വീരപത്നി എന്ന വണ്ണം ദേവി എനിക്ക് യാത്രാനുവാദം നൽകണം. എൻ്റെ അമ്മയെയും പരിപാലിച്ചുകൊണ്ട് ദേവി ഇവിടെ സമാധാനത്തോടെ ജീവിക്കുക. ഇനി 14 വർഷം കഴിഞ്ഞ് നമുക്ക് കാണാം. പ്രിയതമന്റെ വാക്കുകൾ കേട്ട് ദേവിയുടെ മുഖത്ത് കാർമേഘം പടർന്നു കയറി. ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സങ്കടത്തോടെ ദേവി പറഞ്ഞു, പ്രാണേശ്വര, ഞാനൊരു വിരഹിണിയായ ഹതഭാഗ്യായി ഇവിടെ ജീവിക്കാനോ? ഇല്ല, അങ്ങേ വേർപിരിഞ്ഞ് ഒരു നിമിഷം പോലും ഈ സീത ജീവിക്കില്ല. അങ്ങ് എവിടെയാണോ അവിടെയാണ് എൻ്റെ സന്തോഷം. ഒരു ദിവസം പോലും രാമനെ പിരിഞ്ഞ് ഈ സീതയ്ക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. പിന്നെ അതുകൊണ്ട് അങ്ങ് എവിടെയാണോ അതാണ് എൻ്റെ കൊട്ടാരം. ഞാനും വരുന്നു അങ്ങയുടെ കൂടെ കാനനവാസത്തിനായി. എന്നെയും കൊണ്ടുപോകണം. രാമൻ സീതയോട് പറയാണ്, സിംഹം, വ്യാഘ്രാതി ഘോര വന്യമൃഗങ്ങളാൽ സങ്കീർണമായിട്ടുള്ള രാക്ഷസന്മാരൊക്കെയുള്ള ആ കൂർത്തുമൂർത്ത മുള്ളുകളും പരിപരുത്ത പാറകളും ഒക്കെയുള്ള ദുർഗമ പാതയിലൂടെ നടക്കുമ്പോൾ പൂമ്പട്ടുപോലെ നിന്റെ മൃദുലമായ പാദങ്ങൾ എന്തൊക്കെ സംഭവിക്കും? നിനക്ക് എങ്ങനെ അതിന് സാധിക്കും? വിശപ്പും ദാഹവും അടക്കാനുള്ള ഭക്ഷണപാനീയം പോലും കിട്ടില്ല. പക്വബലങ്ങളൊക്കെ ഭക്ഷിച്ച് നീ എങ്ങനെ എൻ്റെ കൂടെ കാട്ടിൽ വസിക്കും? അതുകൊണ്ട് ഓമനെ, നീ വരണ്ട, നീ ഇവിടെ സുഖമായിട്ട് ജീവിക്കൂ. അപ്പൊ സീത പറഞ്ഞു, ഞാൻ സുചരിതയായ ഒരു പതിവ്രതയാണ്. സിംഹ വ്യാഘ്ര ഹിംസ്ര ജന്തുക്കൾ എൻ്റെ മുമ്പിൽ ആട്ടിൻകുട്ടികളെ പോലെ ശാന്തരായി തീരുകയുള്ളൂ. കൂർത്തമൂർത്ത ചരൽ കല്ലുകളും മുള്ളുകളും പുഷ്പതലം എത്ത പോലെ എനിക്ക് തോന്നും. അങ്ങുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രയാസമില്ല ഒന്നിനും. ഭർത്തൃസന്നിധിയിൽ ഒരു പതിവ്രതയ്ക്ക് വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാവുകയില്ല. വല്ല മൂലാദികളും കഴിച്ച് ഞാൻ എങ്ങനെയെങ്കിലും അങ്ങയുടെ കൂടെ കഴിഞ്ഞുകൊള്ളാം. അങ്ങയുടെ ഉച്ഛിഷ്ടം മതി എനിക്ക് ഭക്ഷണമായിട്ട്. എനിക്ക് ഒരു അല്ലലും ഉണ്ടാവില്ല. അതുകൊണ്ട് പാണിഗ്രഹണ അവസരത്തിൽ അങ്ങ് എനിക്ക് തന്ന ആ പ്രതിജ്ഞ മറക്കരുത്. പ്രാണ അവസാനം വരെ വേർപിരിയാതെ ജീവിക്കുക എന്നതല്ലേ അങ്ങ് നൽകിയ പ്രതിജ്ഞ. അതുകൊണ്ട് ഈ സീതയെ കൂടാതെ രാമൻ കാനനത്തിൽ പോയിട്ടുണ്ടോ? ഇതു കേട്ട് ജനകാത്മജയുടെ യുക്തിയുക്തവും പ്രേമ മധുരവുമായിട്ടുള്ള മൊഴിയുടെ മുന്നിൽ ദാശരഥിക്ക് തല കുനിക്കേണ്ടി വന്നു. ഒടുവിൽ വൈദേഹി കൂടി തന്നെ അനുഗമിച്ചുകൊള്ളാൻ അദ്ദേഹം അനുവാദം നൽകി. സീതയുടെ ഹൃദയത്തിൽ സന്തോഷം തിരതല്ലി. അവൾ ആഭരണ വിഭൂഷകൾ അഴിച്ച് വസിഷ്ഠ പത്നിയായ അരുന്ധതി ദേവിക്ക് അത് ദാനം ചെയ്തു. തൻ്റെ പരിചാരകന്മാർക്കും തോഴികൾക്കും ധനം അവൾ വേണ്ടുവോളം നൽകി. താൻ തിരിച്ചു വരുന്നതുവരെ അവരോട് തൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചു കൊള്ളുവാനും അവൾ അനുവദിച്ചു. അങ്ങനെ ലക്ഷ്മണനും സീതാദേവിയൊത്ത് രാമൻ കാനനവാസത്തിലേക്ക് പുറപ്പെടുകയായി. മകനെ ഗാഠഗാഠം പുണർന്ന് അനുഗ്രഹങ്ങൾ നൽകിയാണ് സുമിത്ര പറയാണ്, പ്രിയപുത്ര, നിന്നെപ്പോലെ ജ്യേഷ്ഠനോട് ഭക്തിയുള്ള ഒരു പുത്രൻ എൻ്റെ ഉദരത്തിൽ ജനിച്ചതിൽ ഞാൻ ഒരുപാട് ധന്യയും ഭാഗ്യവതിയുമായി കഴിഞ്ഞിരിക്കുന്നു. നീ ധൈര്യമായിട്ട് ജ്യേഷ്ഠൻ്റെ കൂടെ പൊയ്ക്കോളൂ. നിനക്ക് സർവ്വ മംഗളങ്ങളും സിദ്ധിക്കട്ടെ. ഞാൻ ഇന്നു മുതൽ എൻ്റെ ജ്യേഷ്ഠത്തിയായ കൗസല്യ ദേവിയോടും ഭർത്താവായ ദശരഥ രാജനോടും കൂടി അവരുടെ ഒരു ദാസിയെ പോലെ വർത്തിച്ച് ജീവിക്കുക. ഊർമിള സീതയായിട്ട് ഞങ്ങളുടെ കൂടെ ജീവിച്ചു കൊള്ളട്ടെ. അങ്ങനെ സീതാസമേതം രഘുവരൻ ലക്ഷ്മണനോടുകൂടി അന്തിമയാത്ര പറയാൻ വീണ്ടും ദശരഥ സന്നിധിയിലെത്തി. രാമൻ കാനനവാസത്തിലേക്ക് പോവാണ്. രാമൻ പിതൃപാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് യാത്രാനുവാദം നൽകി പോവുകയാണ്. ബാക്കി ഭാഗം നമുക്ക് നാളെ കേൾക്കാം. രാമായണ കഥാമൃതം രസിച്ച് ആസ്വദിച്ച എല്ലാ ഗോപന്മാർക്കും സീതാരാമന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.